And although he's not in her. ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാർഡിസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിംഗ് ഫോർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേംസിലെ ഗ്രാജുവൽ റിയലൈസേഷൻ ഓഫ് എസറ്റ്സ് ആൻഡ് പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പം നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെ ബാക്കി ടോപ്പിക്സൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ നോർമലി റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ എസസും റിയലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അതിൽ നിന്നെടുത്ത് നമ്മൾ എല്ലാ ലാബിലിറ്റീസും പേ ഓഫ് ചെയ്യും. പക്ഷേ ഇൻ റിയൽ ലൈഫിൽ ചിലപ്പം ആ സിറ്റുവേഷൻ ആയിരിക്കില്ല വരുന്നത്. നമ്മൾ ഒരു അസറ്റ് സെയിൽ ചെയ്ത് പൈസ കിട്ടുന്നു, അതെടുത്ത് ആദ്യം ആർക്കാണ് കൊടുക്കേണ്ടത് അവരുടെ പേയ്മെൻറ്റ് കൊടുക്കുന്നു, രണ്ടാമത് അസറ്റിൻ്റെ റിയലൈസേഷൻ വരുമ്പം പിന്നെ ബാക്കിയുള്ളവരുടെ പേയ്മെൻറ്റ് കൊടുക്കുന്നു. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ റിയലൈസേഷൻ നടക്കുന്നുണ്ടാവുക, റിയലൈസേഷനും പേയ്മെൻറ്റും നടക്കുന്നുണ്ടാവാം. ഇപ്പം എന്താ പറയണമെന്ന് നോക്കുക. ഗ്രാജുവൽ റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ. ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു റിയലൈസ് ഓൾ ദ അസറ്റ്സ് ആൻഡ് പേ ഓഫ് ഓൾ ദ ലാബിലിറ്റീസ് ഓൺ ദ ഡേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഇറ്റ് സെൽഫ്. ഡിസൊല്യൂഷൻ ഡേറ്റിൽ തന്നെ നമുക്ക് എല്ലാ അസറ്റ്സും ലാബിലിറ്റീസും പേ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് അത് എന്തായാലും നടക്കുന്ന കാര്യമല്ല അല്ലേ. നമുക്കറിയാം അസറ്റ്സ് സെയിൽ ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പം അതിനനുസരിച്ച് മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. അതേപോലെ എല്ലാ അസറ്റും ഒരേ ഡേറ്റിന് പേ ചെയ്ത് റിയലൈസ് ചെയ്ത് വരണമെന്നില്ല. നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ടാവും, മെഷീനറി ഉണ്ടാവും. ചിലപ്പോൾ മെഷീനറി വേഗം സെയിൽ ചെയ്യാൻ പറ്റിയെന്ന് വരും, പക്ഷെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്യുന്നതും മാറിക്കൊണ്ടിരിക്കും. അസറ്റ്സ് കുഡ് ബി റിയലൈസ്ഡ് ഗ്രാജുവലി. ഇപ്പോൾ ഗ്രാജുവലി ആയിട്ട് അസറ്റ്സ് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഹെൻസ് ദ ലാബിലിറ്റീസ് കുഡ് ബി സെറ്റിൽഡ് ഓൺലി ഗ്രാജുവലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അതുകൊണ്ട് തന്നെ ലാബിലിറ്റീസിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് ഗ്രാജുവലി മാത്രമേ നടത്താൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് കുറച്ച് എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ ആ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാഷ് വരണമെങ്കിൽ അസറ്റ്സ് സെയിൽ ചെയ്യണം. അപ്പോൾ അസറ്റ്സ് സെയിൽ ചെയ്ത് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് സാധാരണ ചെയ്യാം. In such a situation, the claims of different parties must be settled in the order of preference when any asset is realized without unnecessarily waiting for final realization. അപ്പം നമ്മൾ എല്ലാം റിയലൈസ് ചെയ്യുന്നതിന് വെയിറ്റ് ചെയ്യാതെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ഒരു അസറ്റ് സെയിൽ ചെയ്ത് നമുക്ക് കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക, ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പം ഇൻ ദ ഓർഡർ ഓഫ് പ്രിഫറൻസ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെറുതെ ഇന്നയാൾ വന്ന് ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കലല്ല. എന്ത് ചെയ്യാം, നമ്മുടെ ഓർഡർ ഓഫ് പ്രിഫറൻസ് ഉണ്ട്. ആർക്ക് ഫസ്റ്റ് കൊടുക്കണം, ആർക്ക് സെക്കൻഡ് കൊടുക്കണം എന്ന് നമുക്കൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം കൊടുക്കേണ്ടവരുടെ ഫുൾ കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രണ്ടാമത്തേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഓർഡർ ഓഫ് പ്രിഫറൻസിൽ നമ്മൾ പേ ഓഫ് ചെയ്യും. The method of distributing cash to the different parties as and when made available is called piecemeal distribution. അപ്പോൾ ഇതിനാണ് നമ്മൾ piecemeal distribution എന്ന് പറയുന്നത്. എപ്പോഴൊക്കെ ക്യാഷ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ട് പോകുന്ന ആ മെത്തേഡിനാണ് നമ്മൾ piecemeal distribution എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ഓർഡർ ഓഫ് പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞു അല്ലേ, ആ ഓർഡറിൽ മാത്രമേ പേയ്മെന്റ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഓർഡർ ഓഫ് പേയ്മെന്റ് എന്താന്ന് നോക്കാം. വെൻ ദ അസറ്റ്സ് ആർ റിയലൈസ്ഡ് ഗ്രാജുവലി ദ ഫോളോയിങ് ഓർഡർ ഓഫ് പേയ്മെന്റ് ഈസ് അഡോപ്റ്റഡ്. ഓർഡർ ഓഫ് പേയ്മെന്റ് പറയാണ്. ഒന്നാമത്തെ പേയ്മെന്റ് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസ്. ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് റിയലൈസേഷൻ എക്സ്പെൻസ് ആണ്. അപ്പം നമുക്ക് റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് അല്ലെ കയ്യിലുള്ള ക്യാഷ് എമൗണ്ട് അത് വെച്ച് നമ്മൾ ആദ്യം റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കണം. രണ്ടാമത് കൊടുക്കേണ്ടത് പേയ്മെന്റ് ടു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിൽ തന്നെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകതരം ജീവികളുണ്ട്. ഇപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രിഫറൻസ് കൊടുത്ത് പേയ്മെന്റ് അടക്കേണ്ട ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ട ആൾക്കാരാണ്. അതിൽ തന്നെ പ്രിഫറൻസ് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് എമൗണ്ട് ഡ്യൂ ടു ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റീസ് എക്സെട്ര. അപ്പോൾ അത് നമ്മൾ കൊടുത്ത് വിട്ടുന്നത് ഗവൺമെന്റിന്റെയും അതുപോലെയുള്ള പേയ്മെന്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റിൽ നിങ്ങൾക്ക് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ തരും. നെക്സ്റ്റ് പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് അതർ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് സച്ച് ആസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എക്സെട്ര. അപ്പം ഇത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം. പിന്നെ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആയിട്ട് വരുന്ന ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ബിൽസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഇതൊക്കെ പേയ്മെന്റ് കൊടുക്കുക തേർഡ് സ്റ്റെപ്പിൽ. ഫോർത്ത് സ്റ്റെപ്പിൽ പേയ്മെന്റ് ടു പാർട്ട്നേഴ്സ് ലോണ്. അപ്പം ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കൊടുക്കേണ്ട പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന് മുന്നേ പാർട്ട്ണറിന്റെ ലോണിന്റെ പേയ്മെന്റ് കൊടുക്കണം ഫോർത്ത് സ്റ്റെപ്പിൽ. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ഇഫ് എനി എമൗണ്ട് റിമെയിൻസ് ആഫ്റ്റർ മേക്കിംഗ് ദ എബവ് പേയ്മെന്റ്സ് ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ പേയ്മെന്റ് ഓഫ്
ക്യാപിറ്റൽസ് ടു പാർട്ട്നേഴ്സ്. ഇപ്പം ഇത്രയും അടച്ച് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഓർഡർ എന്താ പറഞ്ഞാൽ ആദ്യം റിയലൈസേഷൻ എക്സ്പെൻസ്, അതിനുശേഷം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, അതിനുശേഷം ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സും എക്സ്റ്റേണൽ ലാബിലിറ്റീസും, പിന്നെ പാർട്ട്ണറിന്റെ ലോണ്, പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ. ഈ ഓർഡറിലാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടത്. ഇനി പീസ് മീൽ ഡിസ്ട്രിബ്യൂഷനിൽ രണ്ട് മെത്തേഡ് പറയുന്നുണ്ട്. ഒന്ന് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡും രണ്ടാമത്തെ മാക്സിമം ലോസ് മെത്തേഡും. പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡ് എന്താ നോക്കാം. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ആസ് സർപ്ലസ് ക്യാപിറ്റൽ മെത്തേഡ് ഓർ റിലേറ്റീവ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ ഇതിന് വേറെ രണ്ട് പേര് കൂടിയുണ്ട്, സർപ്ലസ് ക്യാപിറ്റൽ മെത്തേഡ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്യാപിറ്റൽ മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ദ എമൗണ്ട് പേയബിൾ ടു പാർട്ട്നേഴ്സ് whose capitals are relatively in excess of their profit sharing ratio is calculated. അപ്പോൾ ഈ മെത്തേഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലില് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലായിട്ട് വല്ലവരും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1:1:1 ആണ്, അവരുടെ ഈക്വൽ പാർട്ട്നേഴ്സ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ എല്ലാവരും 1000 rupees കൊണ്ടുവരുവാണെങ്കിൽ നമുക്കറിയാം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പോലെ തന്നെ അവരുടെ ക്യാപിറ്റൽ ഇരിക്കുന്നത്. ഇനി ഒരാൾ 1500 ഒരാൾ 2000 ഒരാൾ 1000 ആണെങ്കിൽ നമുക്ക് പറയാം 2000 ഉള്ള ആൾ എക്സസ് ക്യാപിറ്റൽ കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത് ആരെ കൊണ്ടുവന്നിട്ടില്ല, 1500 ഉള്ള ആൾ കൊണ്ടുവന്നിട്ടുണ്ട്. മൂന്നാമത് എന്ത് ചെയ്തു, 1000 ഉള്ളവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇനി 2:1 ആണെന്ന് വിചാരിച്ചോ. 2:1 ആണെങ്കിൽ എങ്ങനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഉണ്ടാവുന്നത്, 2000 1000 ആണെങ്കിൽ നമുക്ക് പറയാം ഓക്കെ കറക്റ്റ് ആണ്. ഇനി ഇവിടെ 3000 അവിടെ 1000 ആണെങ്കിൽ ഇയാൾ എക്സസ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഇനി 2000 ആണെങ്കിലോ രണ്ടാമത്തെ ആൾ എക്സസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന. ആദ്യം എന്ത് ചെയ്യും, ദ എമൗണ്ട് പേയബിൾ ടു പാർട്ട്നേഴ്സ് ഹൂസ് ക്യാപിറ്റൽ ആർ റിലേറ്റീവ്ലി എക്സസ് ഓഫ് ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇസ് കാൽക്കുലേറ്റഡ്. അപ്പോൾ ഈ എക്സസ് ആയിട്ട് എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻ അതർ വേർഡ്സ് the surplus capital are to be found out on the basis of profit sharing ratio. അപ്പോൾ profit sharing ratio യുടെ ബേസിൽ അവരുടെ surplus capital കാൽക്കുലേറ്റ് ചെയ്യാം. As and when cash is available for partners, the surplus capital are paid off. ക്യാപിറ്റൽ കൊടുക്കുന്ന സമയത്താണ് നമുക്ക് വ്യത്യാസം വരുന്നത്. അതിലെന്ത് ചെയ്യും, അവരുടെ സർപ്ലസ് ക്യാപിറ്റൽ ആദ്യം പേ ചെയ്യും. എന്നുവെച്ചാൽ കൂടുതലായിട്ട് ഇത്ര കൊണ്ടുവന്നിട്ടുണ്ടോ അത് നമ്മൾ ആദ്യം പേ ഓഫ് ചെയ്യും. ആഫ്റ്റർ പേയിങ് ദ സർപ്ലസ് ക്യാപിറ്റൽ ദ ബാലൻസ് എമൗണ്ട് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതെല്ലാം പേ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ട് നമ്മൾ പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. When all the realization have been distributed, unpaid balance of capital will represent the loss on realization which is always in the profit sharing ratio. അപ്പം നമ്മൾ ഇനി പാർട്ട്നേഴ്സിന് പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ഇനിയും അൺപെയ്ഡ് ബാലൻസ് കിടക്കുവാണെങ്കിൽ ഈ അൺപെയ്ഡ് ബാലൻസും റിയലൈസേഷൻ അക്കൗണ്ടിലെ ലോസും സെയിം ആയിരിക്കും. എല്ലാം ക്ലോസ് ആവേണ്ടതാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു നമുക്ക് പേയ്മെന്റ് കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റിയലൈസേഷൻ അക്കൗണ്ടിൽ അത്രയും ലോസ് വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ലോസും കൂടി ഇട്ട് കഴിഞ്ഞാലാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് സാധാരണ ക്ലോസ് ആവാറ് അല്ലേ. അപ്പോൾ ലോസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തില്ലല്ലോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, പേയ്മെന്റ് ആണ് കൊടുത്തത്. അപ്പോൾ ആ ലോസിന് ഈക്വൽ ആയിട്ടായിരിക്കും ഇവിടെ അൺപെയ്ഡ് ബാലൻസ് വരുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. ഒന്നാമത് ഡിവൈഡ് ദ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് റിസർവ് ഓർ ലോസ് ഇഫ് എനി എമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ബാലൻസ് ഷീറ്റിൽ നമുക്ക് റിസർവ്സോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യാം, പാർട്ട്നേഴ്സിന് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. നെക്സ്റ്റ് നമ്മൾ പേയ്മെന്റിലേക്ക് പോകണം. അപ്പോൾ പേയ്മെന്റിന്റെ ഓർഡർ നമുക്ക് ഓൾറെഡി അറിയാം. ആദ്യം പേ ചെയ്യേണ്ട റിയലൈസേഷൻ എക്സ്പെൻസ് ആണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് പേ ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസ് out of the cash available or the amount realized from assets. അസറ്റിൽ നിന്ന് കിട്ടിയ പൈസ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് വെച്ച്. അപ്പോൾ നമ്മൾ പേയ്മെന്റ് നടത്തുമ്പം ആദ്യം നമ്മുടെ കയ്യിലെ ക്യാഷിൽ നിന്ന് എടുത്ത് കൊടുക്കണം. ക്യാഷ് ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അസറ്റ് സെയിൽ ചെയ്യുന്നത്. ക്യാഷ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ അസറ്റ് സെയിൽ ചെയ്ത് കിട്ടിയ ക്യാഷിൽ നിന്ന് റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കാം. നെക്സ്റ്റ് എന്തായിരുന്നു, നമ്മളെ ക്രെഡിറ്റേഴ്സ് ആണ് അല്ലേ. ക്രെഡിറ്റേഴ്സിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് പ്രിഫറൻസ് കൊടുക്കണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പേ ഓഫ് ഔട്ട്സൈഡ് ലാബിലിറ്റീസ് ഓർ എക്സ്റ്റേണൽ ലാബിലിറ്റീസ്. അപ്പോൾ ക്രെഡിറ്റേഴ്സും എക്സ്റ്റേണൽ ലാബിലിറ്റീസും ഒക്കെ പേ ഓഫ് ചെയ്യാം. നെക്സ്റ്റ് പേ ഓഫ് പാർട്ട്നേഴ്സ് ലോൺ. ഇതും കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പാർട്ട്ണറിന്റെ ലോൺ ആണ്. അപ്പോൾ പാർട്ട്ണറിന് ലോൺ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു പാർട്ട്ണർ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പം 2-3 പാർട്ട്ണർ നമുക്ക് ലോണ് തന്നിട്ടുണ്ട്, 3 പേരുടെ എമൗണ്ടും കൊടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ
നമ്മൾ ഒരാൾക്ക് ഫുൾ കൊടുത്ത് ഒരാൾക്ക് പകുതി കൊടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതും പ്രൊപ്പോർഷനേറ്റ്ലി കൊടുക്കണം, അവരുടെ ക്ലെയിമിന്റെ പ്രൊപ്പോർഷനിൽ. അവരെത്ര കൊണ്ടുവന്നു അതിന്റെ ക്ലെയിമിന്റെ പ്രൊപ്പോർഷനിൽ നമ്മൾ ആ ക്യാഷ് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. വെൻ മോർ ദാൻ 2 partners are there and available cash is insufficient, നമ്മുടെ കയ്യിൽ ക്യാഷ് കുറവായിരിക്കുന്ന സമയത്ത് ഈ പ്രശ്നം വരുന്നുള്ളൂ. Then divide the amount among the partners in the ratio of their claim. അങ്ങനെയാണെങ്കിൽ അവരുടെ ക്ലെയിമിന്റെ റേഷ്യോയിൽ നമ്മളത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഫൈനലി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഹാവ് ടു ബി റീഫണ്ടഡ്. അപ്പോൾ ലോണും കൂടി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ള ബാക്കി ഓർഡർ ഓഫ് പേയ്മെന്റിൽ ക്യാപിറ്റലാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മളെ പരിപാടി ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുകയാണ്. ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? എക്സസ് ക്യാപിറ്റൽ കാണണം അല്ലേ. Find out the amount payable to partners whose capital are relatively in excess to their profit sharing ratio. അപ്പോൾ ആദ്യം excess capital കണ്ടുപിടിക്കാം. After paying the surplus capital or excess capital, ഈ excess capital pay off ചെയ്ത് കഴിഞ്ഞാൽ the ratio of remaining balance in the profit in the capital account, ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാക്കി വരുന്ന ക്യാപിറ്റലിന്റെ റേഷ്യോവും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കൂടുതലുള്ളതൊക്കെ നമ്മൾ പേ ഓഫ് ചെയ്തു. ബാക്കിയുള്ള ക്യാപിറ്റൽ ഏത് റേഷ്യോയിലാണ് ഉണ്ടാവാൻ? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് ഉണ്ടാവുന്നത്. ആഫ്റ്റർ ദിസ് ദ ക്യാഷ് അവൈലബിൾ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ ദയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇപ്പം ഇത്രയും ആദ്യം എക്സസ് ക്യാപിറ്റൽ പേ ഓഫ് ചെയ്യുക, അതിനുശേഷമുള്ള എമൗണ്ട് എന്ത് ചെയ്യുക? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. Next, the unpaid balance in capital account will represent the loss on realization. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തെങ്കിലും ലോസ് വരുവാണെങ്കിൽ, അൺപെയ്ഡ് ബാലൻസ് വരുവാണെങ്കിൽ അത് റിയലൈസേഷൻ്റെ ലോസുമായിട്ട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബാലൻസും ഈ റിയലൈസേഷൻ്റെ ബാലൻസും സെയിം ആയിരിക്കും. അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കും ഉണ്ടാകുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേറെ കുറച്ചുകൂടി സ്റ്റെപ്സ് വേണം. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അല്ലെങ്കിൽ നമ്മൾ ആ സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഡിവൈഡ് ദ ആക്ച്വൽ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഓഫ് ദ പാർട്ട്നേഴ്സ് ബൈ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ടേക്ക് ദ സ്മോളസ്റ്റ് ക്യാപിറ്റൽ ആസ് ബേസ് ക്യാപിറ്റൽ. അത് നമ്മുടെ ആക്ച്വൽ അവരുടെ ക്യാപിറ്റൽ എടുക്കാം. അപ്പോൾ ക്യാപിറ്റൽ എടുക്കുമ്പോൾ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? റിസർവ് ഒക്കെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞില്ലേ? അപ്പോൾ ഈ റിസർവ് ഒക്കെ ഡിവൈഡ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട്, ശേഷമുള്ള ക്യാപിറ്റൽ എടുക്കാം. ആ ക്യാപിറ്റലിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അവരുടെ റേഷ്യോ ഏതാണ് ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കാണിക്കാം. ആൻഡ് ടേക്ക് ദ സ്മോളസ്റ്റ് ക്യാപിറ്റൽ ആസ് ബേസ് ക്യാപിറ്റൽ. ഇതിലെ സ്മോളസ്റ്റ് എമൗണ്ടിനെ നമ്മൾ ബേസ് ക്യാപിറ്റൽ എന്ന് പറയാം. ഈ എന്ന് വെച്ചാൽ നമ്മൾ മൂന്നാളുണ്ടെങ്കിൽ മൂന്നാളുടെയും ക്യാപിറ്റൽ എടുത്തു, അത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ബേസ് ക്യാപിറ്റലായിട്ട് എടുക്കാം. അതിനുശേഷം ഈ ബേസ് ക്യാപിറ്റൽ ഇൻറ്റു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കില്ലേ നമ്മുടെ എക്സസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അല്ലെ സർപ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമുക്കൊരു ക്യാപിറ്റൽ കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ ആക്ച്വൽ ക്യാപിറ്റൽ ഉണ്ടാവും. അപ്പോൾ ആക്ച്വൽ ക്യാപിറ്റലിന് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ സ്റ്റെപ്പ് 2 കിട്ടിയ ക്യാപിറ്റൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് സർപ്ലസ് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാപിറ്റലിന് ബേസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ബേസ് ക്യാപിറ്റൽ ഇൻറ്റു അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പം നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ശരിക്കും അവർ കൊണ്ടുവരേണ്ടതായ ക്യാപിറ്റൽ കിട്ടി. ഇനി ആ ക്യാപിറ്റലിന് എന്ത് ചെയ്യുക? നമ്മുടെ ആദ്യം ആക്ച്വലി ഉള്ള ക്യാപിറ്റൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർപ്ലസ് ക്യാപിറ്റൽ കിട്ടി. ഇഫ് ദർ ഈസ് വൺ പാർട്ട്ണർ ഹാവിംഗ് സർപ്ലസ് ക്യാപിറ്റൽ മേക്ക് പേയ്മെന്റ് ടു സച്ച് പാർട്ട്ണർ ഫസ്റ്റ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സർപ്ലസ് ആരാണോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ പേയ്മെന്റ് നമുക്ക് ആദ്യം നടത്താൻ പറ്റും. ഇനി ഇതിൽ 2 or more പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയെങ്കിൽ ഈ സർപ്ലസ് ക്യാപിറ്റൽ വരുന്നത് ഒരാളുടെ ഓൾറെഡി നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ബേസ് ക്യാപിറ്റൽ എടുത്ത ആളുടെ ക്യാപിറ്റൽ ഓൾറെഡി ഏറ്റവും കുറവായിരിക്കും അല്ലേ. അപ്പം അത് കഴിഞ്ഞ് ബാക്കി 2 പേർക്ക് അപ്പോൾ സർപ്ലസ് വന്നു. അപ്പോൾ ആ സമയത്ത് എന്താ ഈ സ്റ്റെപ്സ് നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇഫ് ദർ ആർ 2 or more പാർട്ട്നേഴ്സ് ഹാവിംഗ് സർപ്ലസ് ക്യാപിറ്റൽ ആൻഡ് ദേ ആർ നോട്ട് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഡിവൈഡ് ദ സർപ്ലസ് ക്യാപിറ്റൽ ഒബ്റ്റെയിൻഡ് ആസ് പെർ സ്റ്റെപ്പ് 3 by profit sharing and take the smallest amount as revised base capital. ഒന്നും കൂടി നമ്മൾ ആ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാം. പിന്നെയും നമ്മൾ എന്ത് ചെയ്യുക? അതിന് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അതിൽ സ്മോളസ്റ്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്മോളസ്റ്റിന് പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം
അതിൻ്റെ ഡിഫറൻസ് പിന്നെ എടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഒരാൾക്ക് മാത്രം സർപ്ലസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ദ റിവൈസ്ഡ് പ്രൊപ്പോർഷണൽ ക്യാപിറ്റൽ ബൈ മൾട്ടിപ്ലൈങ് ദ റിവൈസ്ഡ് ബേസ് ക്യാപിറ്റൽ ഒബ്റ്റെയിൻഡ് അണ്ടർ സ്റ്റെപ്പ് 5 വിത്ത് ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, പിന്നെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നേരത്തെ ചെയ്തത് റിപ്പീറ്റ് ചെയ്താൽ മതി. ഒബ്റ്റെയിൻ ദ റിവൈസ്ഡ് സർപ്ലസ് ക്യാപിറ്റൽ ബൈ ഡിഡക്റ്റിംഗ് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ അണ്ടർ സ്റ്റെപ്പ് 3. അപ്പം under step 6 from the surplus capital obtained under step 3. അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെ നേരത്തെ ചെയ്തതുപോലെ മൈനസ് ചെയ്തെടുക്കാം. This process is going on until the number of partners having excess capital reduced to 1. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒരാളുടെ ക്യാപിറ്റൽ മാത്രം എക്സസ് കിട്ടുന്നത് വരെ ഈ സ്റ്റെപ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ നോക്കി. നെക്സ്റ്റ് മാക്സിമം ലോസ് മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡാണ് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് അറ്റ് ഈച്ച് ഓഫ് റിയലൈസേഷൻ ഓഫ് അസെറ്റ് ദ റിമൈനിങ് റിയലൈസ്ഡ് അസെറ്റ്സ് ആർ വർത്ത്ലെസ്. അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്സിലും നമ്മൾ അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ ഇതോടെ നമ്മുടെ റിയലൈസേഷൻ തീർന്നു എന്ന അസംഷനിലാണ് നമ്മൾ ചെയ്യുക. ഇപ്പം ഈ ഒരു അസെറ്റ് റിയലൈസ് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഇനി അങ്ങോട്ട് പൈസ കിട്ടാനില്ല, ബാക്കി അസെറ്റ് ഒന്നും വിറ്റാൽ ഒന്നും കിട്ടില്ല എന്നുള്ള അസംഷനിലാണ് ഇത് ചെയ്യാം. In other words, at each stage of realization, it is assumed that there will be no further realization. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ന് വെച്ചാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി റിയലൈസേഷൻ പൈസ ഒന്നും കിട്ടില്ല എന്ന അസംഷൻ. By comparing the total adjusted capital of the partner with the amount available, the maximum loss can be ascertained. അപ്പം നമ്മൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പം നമ്മുടെ കയ്യിൽ ഇത്ര എമൗണ്ട് കിട്ടി. എന്നിട്ട് ക്യാപിറ്റലാണ് ഇനി കൊടുക്കാനുള്ളതെന്ന് വിചാരിച്ചു. ക്യാപിറ്റൽ എത്തുമ്പോൾ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 10,000 rupees ഉണ്ട്, ഇനിയും റിയലൈസ് ചെയ്യാനുണ്ട്, പക്ഷെ നമ്മളത് മൈൻഡ് ആക്കില്ല. നമ്മുടെ കയ്യിൽ 10,000 ഉണ്ട്, നമ്മൾ പാർട്ട്നേഴ്സിന് 3 പേരുടെ ക്യാപിറ്റലും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 50,000 കൊടുക്കാനുണ്ട്. അപ്പം അതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് അത് നമ്മൾ മാക്സിമം ലോസ് എന്ന് പറഞ്ഞിട്ട് അത് കണക്കൂട്ടി വെക്കും. 40,000 രൂപ നമുക്ക് ലോസ് വന്നല്ലേ, അവിടെ നമ്മുടെ കയ്യിൽ 10,000 രൂപയേ ഉള്ളൂ, ടോട്ടൽ 50,000 കൊടുക്കാനുണ്ട്. അപ്പോൾ 40,000 നമ്മുടെ ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. Maximum loss is calculated at every stage of realization and this loss is distributed among the partners in their profit sharing ratio. ഓരോ സ്റ്റെപ്പ് ഓഫ് റിയലൈസേഷനിലും നമ്മൾ ഈ മാക്സിമം ലോസ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. ഇപ്പോൾ 10,000 റിയലൈസ് ചെയ്തപ്പോൾ നമ്മൾ മാക്സിമം ലോസ് 40,000 അല്ലേ, ആ 40,000 നമ്മുടെ അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 20,000 നമുക്ക് ക്യാഷ് കിട്ടിയെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ 50,000 ആണെങ്കിൽ നമ്മുടെ മാക്സിമം ലോസ് 30,000. ആ 30,000 പിന്നെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ദ ബാലൻസ് ലെഫ്റ്റ് ഓൺ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ എമൗണ്ട് പേയബിൾ ടു പാർട്ട്ണർ. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് വരുന്ന എമൗണ്ട് ആയിരിക്കും ആ പാർട്ട്നേഴ്സിന് പേ ചെയ്ത് കൊടുക്കാനുള്ള എമൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. സ്റ്റെപ്സ് ഫോർ സോൾവിങ് ദ പ്രോബ്ലം. ഈ മാക്സിമം ലോസ് മെത്തേഡിലെ സ്റ്റെപ്സ് ആണ്. ഫൈൻഡ് ഔട്ട് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് ടു റിസർവ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഇവരുടെ ക്യാപിറ്റലിൽ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടാമത്തെ പേ ഓഫ് ക്രെഡിറ്റേഴ്സ് ഫസ്റ്റ് ആൻഡ് ദെൻ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഔട്ട് ഓഫ് റിയലൈസ്ഡ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, അതിന് മുന്നേ റിയലൈസേഷൻ എക്സ്പെൻസിൻ്റെ പേ ചെയ്യണേ. അതിനുശേഷം റിയലൈസേഷൻ എക്സ്പെൻസിന് ശേഷം നമ്മൾ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കും. അതിനുശേഷം പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് പേയ്മെൻറ്റ് നടത്തണം. നൗ ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആർ ടു ബി പെയ്ഡ്. എന്നിട്ട് അതുവരെ നമ്മൾ സ്റ്റെപ്സ് രണ്ടിലും സെയിം ആണ്. അതിനുശേഷം നമ്മൾ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ പേ ചെയ്യുമ്പോഴാണ് വ്യത്യാസം വരുന്നത്. നേരത്തെ നമ്മളെങ്ങനെയാ കഴിഞ്ഞ മെത്തേഡിൽ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്, പ്രൊപ്പോർഷണൽ ക്യാപിറ്റൽ മെത്തേഡിൽ എക്സസ് കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ, എക്സസ് ആണ് പേ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ലാസ്റ്റ് എക്സസ് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യും, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ സ്റ്റെപ്പ് എത്തിക്കഴിഞ്ഞാൽ whenever cash is received, find out the difference between cash available and partners capital account balance. അപ്പോൾ ഇത്രയൊക്കെ ക്യാഷ് കിട്ടുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം, മാക്സിമം ലോസ് കാൽക്കുലേറ്റ് ചെയ്യണം. മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് മൈനസ് ക്യാഷ് അവൈലബിൾ. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുക, പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ എത്രയുണ്ട്, അപ്പോൾ അവർക്ക് അത്ര കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാഷ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ലോസ് വരും, ആ ലോസ് നമ്മൾ ഓരോ സ്റ്റെപ്പിലും കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ ദ മാക്സിമം ലോസ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഈ മാക്സിമം ലോസ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് വിച്ച് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യാം.
Now distribute the available cash among the partners if there is no negative balance in the capital account. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 50,000 ആണ് ക്യാപിറ്റൽ, 10,000 ക്യാഷ് കിട്ടി. ഇപ്പൊ ലോസ് എത്രയാണ്? 40,000 ആണ് അല്ലെ. ഈ 40,000ന്റെ ലോസ് അവരുടെ റേഷ്യോയിൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പൊ 3 പേരുടെ അക്കൗണ്ടിൽ നിന്നും ഓരോ പെർസെൻറ്റേജ് എമൗണ്ട് ആയിട്ട് മൈനസ് വരും. അപ്പൊ ബാക്കി നമുക്ക് എത്ര ഉണ്ടാവുക? ഈ ലോസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 10,000 തന്നെ ബാക്കി വരുമല്ലോ. അപ്പൊ ഈ 10,000 എന്ത് ചെയ്യാം? അന്നേരം നമ്മൾ പേയ്മെന്റ് കൊടുക്കാം. നമ്മുടെ കയ്യിൽ 10,000 ക്യാഷ് ഉണ്ട്. അപ്പോൾ 10,000 ഇവർക്ക് 3 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം എന്ത് ചെയ്തു? കൊടുക്കാൻ പറ്റാത്ത എമൗണ്ട് മൈനസ് ചെയ്തു ക്യാപിറ്റലിൽ നിന്ന്. ഇത് ക്യാപിറ്റലിനെയും നമ്മുടെ കയ്യിലെ ക്യാഷ് എമൗണ്ടിനെയും ഈക്വൽ ആക്കി. അതിനുശേഷം നമ്മൾ പേയ്മെന്റ് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിൽ നെഗറ്റീവ് ബാലൻസിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആരുടെയും അക്കൗണ്ട് നെഗറ്റീവ് വരുവാണെങ്കിൽ ആ നെഗറ്റീവിനെ നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് എല്ലാവർക്കും എന്ന് വെച്ചാൽ അവരുടെ അക്കൗണ്ട് 0 ആക്കുന്ന രീതിയിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. നെഗറ്റീവ് എമൗണ്ട് നമ്മൾ മാറ്റണം. അപ്പോൾ നെഗറ്റീവ് എമൗണ്ടുകൾ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ക്യാഷ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇഫ് എനി പാർട്ട്നേഴ്സ് അക്കൗണ്ട് ഷോസ് നെഗറ്റീവ് ബാലൻസ് ഓർ ഡെബിറ്റ് ബാലൻസ്, ട്രാൻസ്ഫർ ദ സെയിം ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് അതർ പാർട്ട്നേഴ്സ് ഹാവിംഗ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ റേഷ്യോ ഓഫ് ദർ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ. ഇപ്പോൾ ക്യാപിറ്റലിന്റെ റേഷ്യോയിൽ ഈ പറയുന്ന നെഗറ്റീവ് വരുന്ന എമൗണ്ട് ബാക്കി 2 പേരുടെ അക്കൗണ്ടിലേക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദിസ് ഈസ് ഡൺ ആസ് പെർ ദ റൂൾ ഇൻ ഗാർണർ വെസസ് മൊറേ. നമുക്കറിയാലോ ഗാർണർ വെസസ് മൊറയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആർക്കെങ്കിലും ഡെഫിസിറ്റ് വരുവാണെങ്കിൽ എന്ന് വെച്ചാൽ ഇൻസോൾവെന്റ് ആയി എന്നുള്ള അസംഷൻ ആണ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ അവരുടെ ക്യാപിറ്റലിന്റെ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും ക്യാപിറ്റലിന്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിന്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. The above procedure is to be followed in all the subsequent payment among the partners. അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓരോ പേയ്മെന്റ് വരുമ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക റിപ്പീറ്റില്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 2 മെത്തേഡിലും ചെയ്തു നോക്കാം ഈ ക്വസ്റ്റ്യൻ. അപ്പം നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും. A, B and C are partners in a firm sharing profit and losses in the ratio 5:3:2. അപ്പോൾ 5:3:2 ആണ് അവരുടെ റേഷ്യോ. ഈ റേഷ്യോ നമുക്ക് പല സ്ഥലത്തും ആവശ്യം വരും, ഓർമ്മിച്ച് വെച്ചോ. The following is their balance sheet as on 31st December 2016. അവരുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട് 40,000, എസ് ലോൺ ഉണ്ട് 10,000, ക്യാപിറ്റൽ ABC തന്നിട്ടുണ്ട് 50, 15, 45. ഇത്രയാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കാനുള്ളത് അല്ലേ. ഇതിപ്പോൾ ഓർഡർ ഓഫ് പേയ്മെന്റ് എങ്ങനെ വരും? ആദ്യം ആർക്ക് കൊടുക്കണം? നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യം ആർക്ക് കൊടുക്കണം? ക്രെഡിറ്റേഴ്സിന് കൊടുക്കണം, പിന്നെ എയുടെ ലോൺ കൊടുക്കണം, അതിനുശേഷം 3 പേരുടെ ക്യാപിറ്റൽ കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മളെ പേയ്മെന്റ് വരുന്നത്. അപ്പോൾ അസറ്റ് എന്തൊക്കെയുണ്ട്? ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഇത്രയും അസറ്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ക്യാഷ് കുറച്ച് ഇരിപ്പുണ്ടല്ലോ 10,000. അപ്പോൾ ആദ്യം നമുക്ക് ക്യാഷ് ആദ്യം തന്നെ കൊടുക്കുക. അതിനുശേഷമാണ് അസറ്റ് റിയലൈസ് ചെയ്ത എമൗണ്ട് എടുത്തിട്ട് പേയ്മെന്റ് കൊടുക്കേണ്ടത്. ഇനി ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഇറ്റ് വാസ് അഗ്രീഡ് ടു പേ ദ എമൗണ്ട് ഡ്യൂ ടു ദ പാർട്ട്നേഴ്സ് ആസ് ആൻഡ് വെൻ ദ അസറ്റ്സ് വെർ റിയലൈസ്ഡ്. അപ്പോൾ അസറ്റ് റിയലൈസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരെ. അപ്പം നമുക്ക് അറിയണം ഏത് പീസ് മെയിൽ റീഡിസ്ട്രിബ്യൂഷനിൽ വേണം ചെയ്യാമെന്ന്. ആസ് ആൻഡ് വെൻ ദ എമൗണ്ട് ഇസ് റിയലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പീസ് മെയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് റിയലൈസ് ചെയ്യുന്നത് മാർച്ച് 2017 ഒരു 20,000 കിട്ടി. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് റിയലൈസ് ചെയ്യുന്ന 73, അതിനുശേഷം റിയലൈസ് ചെയ്യുന്നത് 47,000. അപ്പോൾ ഓരോ റിയലൈസ് ചെയ്ത എമൗണ്ട് ഫുള്ളി പേ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത റിയലൈസ് ചെയ്ത എമൗണ്ട് എടുക്കുള്ളൂ. നമ്മളെങ്ങനെ അസ്യൂം ചെയ്യുന്നത്? നമുക്ക് ഒരു 20,000 കിട്ടി കഴിഞ്ഞാൽ ആദ്യം കൊടുക്കേണ്ടവർക്ക് അതങ്ങ് കൊടുത്തു. ആ കൊടുത്ത് വല്ല ബാക്കിയുണ്ടെങ്കിൽ രണ്ടാമത് കൊടുക്കേണ്ടവർക്ക് അതിൻ്റെ ഒരു പാർട്ട് കൊടുത്തു. എന്നിട്ടാണ് അടുത്ത ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി തീർന്നതിന് ശേഷമാണ് അടുത്ത ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഹൗ ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് മെയ്ഡ് ആൻഡ് ഓൾസോ പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ 3 അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് 2 മെത്തേഡിലും ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊപ്പോർഷണേറ്റ് ക്യാപിറ്റൽ മെത്തേഡ് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, പിന്നെ എന്ത് വേണം? ക്യാപിറ്റലും വേണം. ഇതിനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലേക്ക് മാറ്റുവാണല്ലോ നമ്മുടെ പരിപാടി. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ എഴുതി, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എഴുതി. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യാപിറ്റലിന് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ റേഷ്യോയിലല്ല, അതിന് ഡിജിറ്റ് മാത്രം എടുത്ത് ഡിവൈഡ് ചെയ്യണം. 50,000 ആണ് അവരുടെ റേഷ്യോയുടെ പാർട്ട് 5 ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 5. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏതോ ഒരു എമൗണ്ടിന്റെ 5 മടങ്ങാണ്
നമ്മുടെ എ കൊണ്ടുവരേണ്ടത് അല്ലേ? അയാളുടെ പ്രോഫിറ്റ് അഞ്ച് മടങ്ങ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. 5 ടൈംസ് അല്ലേ? 5:3:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ എമൗണ്ടിനെ 5 ടൈംസ് ആക്കും, 3 ടൈംസ് ആക്കും, 2 ടൈംസ് സിക്കും കൊടുക്കണം എന്നാണ്. അപ്പൊ ഏതൊരു എമൗണ്ടിന്റെ 5 ടൈംസ് ആണ് ഇയാൾ കൊണ്ടുവരേണ്ടത്. അപ്പൊ ആ എമൗണ്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 10,000 എന്ന് പറഞ്ഞ ഒരു എമൗണ്ടിന്റെ 5 ടൈംസ് ആണ് 50,000 അല്ലേ? അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി 15,000 എന്ന് പറഞ്ഞ എമൗണ്ട് കൊണ്ടുവന്ന ആള് ഏതോ ഒരു എമൗണ്ടിന്റെ 3 ടൈംസ് ആയിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. അപ്പൊ അയാൾ ശരിക്കും അയാൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ അയാൾക്ക് 5,000 ആണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ 45,000 ഉള്ള ആൾക്ക് 2 ടൈംസേ കിട്ടുന്നുള്ളൂ. അപ്പൊ ഏതോ ഒരു എമൗണ്ടിന്റെ 2 ടൈംസ് ആണ് അയാൾ കൊണ്ടുവരേണ്ടിയിരുന്നത്. 22,500 ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ഈ പറഞ്ഞിരിക്കുന്ന 10,000, 5,000, 22,500 നമുക്ക് 3 പേർക്ക് 3 എമൗണ്ട് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പൊ 3 എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഒരു റേഷ്യോ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇതിലൊരു ബേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു എമൗണ്ട് എടുക്കണം. അപ്പൊ ബേസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 22,500 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിയുടെ എമൗണ്ട് തെറ്റില്ലേ? ബിയുടെയും എയുടെയും എമൗണ്ട് തെറ്റും. എന്ന് വെച്ചാൽ 22,500 × 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയുടെ എമൗണ്ട് കിട്ടില്ല. അതുപോലെ 22,500 × 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് പറ്റില്ല? എയുടെ എമൗണ്ടും കിട്ടില്ല. 10,000 എടുക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് എടുക്കാം. ഇപ്പൊ ഈ കുറഞ്ഞ എമൗണ്ട് വെച്ച് നമ്മൾ ബേസ് ആയിട്ട് എടുത്തിട്ട് അതിൽ കൂടുതൽ മറ്റുള്ളവർ കൊണ്ടുവന്നത് എന്ത് ചെയ്യാം? നമുക്ക് മൈനസ് ചെയ്തെടുക്കാം അല്ലെ? അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ബേസ് ആയിട്ട് ആ കുഞ്ഞ എമൗണ്ടിന് അങ്ങ് എടുക്കാം 5,000. അപ്പൊ 5,000 എന്നുള്ള ഒരു യൂണിറ്റ് നമ്മൾ ബേസ് ആയിട്ട് എടുത്തു. അതിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് വെച്ചാൽ അതിന്റെ മൾട്ടിപ്പിൾസ് ആണ് അവർ കൊണ്ടുവരേണ്ടത് എന്നുള്ള എസംഷനിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ × 3 വന്നു ബിയുടെ കേസിൽ. എയുടെ കേസിൽ എന്ത് വന്നു? ഈ 5,000 × 5 വന്നു. സിയുടെ കേസിൽ 5,000 × 2 വന്നു. അപ്പം ഇതിപ്പോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായില്ലേ? 5:3:2 അല്ലേ? അപ്പൊ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവർ പ്രോഫിറ്റ് ക്യാപിറ്റൽ കൊണ്ടുവരാണെങ്കിൽ ഇത്രയായിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. ഏറ്റവും കുറഞ്ഞു കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ബേസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ ചെയ്യുമ്പം ഇയാൾക്ക് ഡെഫിഷ്യൻസി വരും ക്യാപിറ്റൽ അല്ലേ? ഇപ്പോൾ 10,000 ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ബി കൊണ്ടുവരേണ്ടിരുന്നത് 10,000 × 3 എന്ന് പറഞ്ഞാൽ അയാൾ എത്ര കൊണ്ടുവരണം? 30,000 കൊണ്ടുവരണം. എന്ന് വെച്ചാൽ 15,000 കൊണ്ടുവന്നുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ ഡെഫിഷ്യൻസി ആയിരുന്നു വരുന്നത്. അപ്പൊ അത് വരാൻ പാടില്ല. സർപ്ലസ് ആണ് നമുക്ക് വരേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ബേസ് ആയിട്ട് ഏറ്റവും കുഞ്ഞ എമൗണ്ട് എടുത്തത്. 5,000ന്റെ മൾട്ടിപ്പിൾസ് ആണ് അവർ കൊണ്ടുവരേണ്ടത്. അപ്പോൾ 5,000 × 3 ആണ് ബി കൊണ്ടുവരേണ്ടത്. 5,000 × 5 ആണ് നമ്മുടെ എ കൊണ്ടുവരേണ്ടത്. 5,000 × 2 ആണ് സി കൊണ്ടുവരേണ്ടത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ അപ്പം ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കൊണ്ടുവരേണ്ട എമൗണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ ഡിഫറൻസിനെ നമുക്ക് സർപ്ലസ് എന്ന് പറയാം അല്ലേ? അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്തു. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത്? നമ്മുടെ ആക്ച്വൽ ക്യാപിറ്റൽ എയുടെ 50,000 ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണെങ്കിൽ എ കൊണ്ടുവരേണ്ടിയിരുന്നത് 25,000 ആണ്. അപ്പൊ എക്സ്ട്രാ എത്ര കൊണ്ടുവന്നു? 25,000 കൊണ്ടുവന്നല്ലോ. അപ്പൊ അതാണ് അയാളുടെ സർപ്ലസ് എന്ന് പറയുന്നത്. ബിയുടെ കേസിലാണെങ്കിൽ 15,000 അയാളുടെ ക്യാപിറ്റൽ. അയാൾ ആക്ച്വൽ വേണ്ടത് എത്രയായിരുന്നു? 15,000 ആണ്. അപ്പൊ അവിടെ സർപ്ലസ് ഇല്ല. ഇനി സിയുടെ കേസിലാണെങ്കിൽ സി കൊണ്ടുവന്ന 45,000 ആണ്. അപ്പൊ അയാൾ ആക്ച്വലി കൊണ്ടുവരേണ്ടിയിരുന്നത് 10,000 ആയിരുന്നു അല്ലേ? അപ്പൊ 10,000 കൊണ്ടുവരേണ്ട ആള് കൊണ്ടുവന്നത് 45,000 ആണ്. അപ്പൊ 35,000 അയാളുടെ സർപ്ലസ്. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് ഒരാളെ സർപ്ലസ് ആയിട്ട് വരണം. വെച്ചാൽ ആദ്യം ഒരാൾക്ക് പേയ്മെന്റ് കൊടുക്കണം, അതിനുശേഷം രണ്ടാമത്തെ ആൾ. അങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുക്കുന്നത്. ഇപ്പൊ 2 പേർക്ക് വന്നു. ഇനി ഇതിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തിട്ട് രണ്ടാമത് സർപ്ലസ് കണ്ടുപിടിക്കാം. അപ്പൊ ഈ 2 എണ്ണം നമ്മൾ എന്താ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്തത്? ഡിവൈഡഡ് ബൈ അവരുടെ ക്യാപിറ്റലിന്റെ പ്രോഫിറ്റിന്റെ ഷെയറിംഗ് റേഷ്യോ അല്ലേ? അപ്പൊ 5:3:2 ആണ്. അപ്പൊ 3യുടെ ആളിൽ പോയി. ആദ്യം തന്നെ അയാളുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലേക്ക് മാറി. അപ്പൊ അയാൾ പോയി. നെക്സ്റ്റ് 5ഉം 2ഉം ബാക്കിയുണ്ട്. അപ്പൊ 25,000 തന്നെയാണ് ഡിവൈഡ് ബൈ 5, 35,000 ഡിവൈഡ് ബൈ 2. അപ്പൊ നമുക്ക് 5,000ഉം 17,500ഉം കിട്ടി. ഏതാ നമ്മൾ എടുക്കാൻ അതിനകത്ത്? മിനിമം എമൗണ്ട് അല്ലെ? ബേസ് എമൗണ്ട് ആയിട്ട് അതിൽ 5,000 എടുത്തു. 5,000 നെക്സ്റ്റ് എന്ത് ചെയ്യണം? അവരുടെ റേഷ്യോയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ ആക്ച്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഈ യൂണിറ്റ് കൊണ്ടുവരാണെങ്കിൽ അവരെത്ര കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ 5,000 × 5 ആണ് എയുടെ, 5,000 × 2 ആണ് ബിയുടെ. എ കൊണ്ടുവരേണ്ടിയിരുന്നത് 25,000 ആണ്. സി കൊണ്ടുവരേണ്ടിയിരുന്നത് 10,000 ആണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സർപ്ലസ് ക്യാപിറ്റൽ, ഇപ്പൊ കിട്ടിയ സർപ്ലസ് ക്യാപിറ്റൽ നമ്പർ 5ൽ കിട്ടിയ സർപ്ലസ് ക്യാപിറ്റലിന് അതിനാണല്ലോ നമുക്ക് ഇനി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ ക്യാപിറ്റലിന് ഇപ്പൊ കിട്ടിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലുള്ള ക്യാപിറ്റൽ മൈനസ് ചെയ്യാം. പേയുടെ കേസിൽ എന്ത് ചെയ്യും? 25,000 ഇപ്പൊ കിട്ടിയ 25,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സർപ്ലസ് ഇല്ല.
സിക്ക് എന്താണ് 35,000 നിന്ന് ഇപ്പോൾ കിട്ടിയ 10,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 25,000 സർപ്ലസ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ആദ്യം പേയ്മെന്റ് കൊടുക്കേണ്ടത് ഇപ്പോൾ ആർക്കാണ്? സിക്കാണ് നമുക്ക് ഫസ്റ്റ് പേയ്മെന്റ് കൊടുക്കേണ്ടത് 25,000. അയാളാണ് ഏറ്റവും കൂടുതൽ സർപ്ലസ് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടത് എയുടെ 25,000 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അതിന്റെ തൊട്ട് ബാക്കിൽ നോക്കാം. എത്രയാണ്? സ്റ്റെപ്പ് നമ്പർ 5 നോക്കാം. എയുടെ സർപ്ലസ് 25ഉം സിയുടെ 35 ആണ് അല്ലെ. സിയുടെ 35 നമ്മൾ ഓൾറെഡി 25 ആദ്യം കൊടുത്തു. അപ്പൊ സിക്ക് ഇനി എത്ര കൊടുക്കണം? 10 കൊടുക്കണം. എക്ക് എത്ര കൊടുക്കണം? 25 കൊടുക്കണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മളെ സർപ്ലസ് എന്ന് പറഞ്ഞാൽ ആദ്യം ആർക്ക് കൊടുക്കണം? സിയുടെ 25 ആണ് കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ബാക്കിൽ പോയിട്ട് അതിന് മുന്നേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് സർപ്ലസ് നോക്കാം. എക്ക് 25ഉം സിക്ക് 35 ആണ്. അപ്പം എക്ക് 25 നമ്മൾ കൊടുക്കണം. എക്ക് ഒന്നും കൊടുത്തില്ല. സിയുടെ 25 നമ്മൾ കൊടുത്തതുകൊണ്ട് 35 ഇനി എത്ര ബാക്കിയുള്ളത്? 10 മാത്രമല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ സിക്ക് 10. ഇതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കൊടുക്കേണ്ടത്. അപ്പോൾ സർപ്ലസ് കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഇതിനു വേണ്ടി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സാധനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് പേയ്മെന്റ് കൊടുക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് ഓർഡർ ഓഫ് പേയ്മെന്റ് ഒന്ന് എഴുതി വെക്കാം. ഫസ്റ്റ് ആർക്ക് കൊടുക്കണം? ക്രെഡിറ്റേഴ്സ് ആയ 40,000 കൊടുക്കണം. അതിനുശേഷം എസ് ലോണ് 10,000 കൊടുക്കണം. പിന്നെ എങ്ങനെ പാർട്ട്ണറിന് കൊടുക്കണ്ടേ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ. ആദ്യം സിയുടെ 25,000 കൊടുക്കണം. അതിനുശേഷം എന്താ കൊടുക്കേണ്ടത്? എയുടെ 25,000ഉം സിയുടെ 10,000ഉം അല്ലേ. അതിനുശേഷം ബാക്കി എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർപ്ലസ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ആദ്യം ലാസ്റ്റ് സർപ്ലസ് ബാക്കിയുള്ള കൊടുക്കാം. അതിനുശേഷം അതിന് മുന്നത്തെ സ്റ്റെപ്പിലുള്ള സർപ്ലസിൽ ഇപ്പം കൊടുത്തത് കഴിച്ച് ബാക്കി എമൗണ്ട് കൊടുക്കാം. ഇപ്പോൾ ഒരാളുടെ ഓൾറെഡി കുറച്ച് കൊടുത്തിട്ടുണ്ടാവും. അത് കഴിച്ച് ബാക്കിയുള്ളത് അടുത്ത സ്റ്റെപ്പിൽ കൊടുക്കാം. അപ്പം നെക്സ്റ്റ് നമുക്ക് പേയ്മെന്റ് കൊടുക്കാം. പേയ്മെന്റ് കൊടുക്കുന്നതിന് മുന്നേ ആദ്യം അവരുടെ എല്ലാവരുടെയും എത്ര കൊടുക്കാനുള്ളത് നേരെ എഴുതി വെക്കാം. 40,000 ആണ് ക്രെഡിറ്റേഴ്സിൻ്റെത്. എയുടെ 10,000 എസ് ലോൺ ആണ്. പിന്നെ എയുടെ ക്യാപിറ്റൽ 50, ബിസ് ക്യാപിറ്റൽ 15, സീസ് ക്യാപിറ്റൽ 45,000. ഇത്രയാണ് നമുക്ക് ടോട്ടൽ കൊടുക്കാനുള്ള പൈസ. ഇതിൽ നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് നോക്കാം. ആദ്യം ക്യാഷ് എത്രയുള്ളത്? ബാലൻസ് ഷീറ്റിൽ 10,000 അല്ലേ. ആ 10,000 നമ്മൾ ആദ്യം ആയിരിക്കും കൊടുക്കേണ്ടത്? ക്രെഡിറ്റേഴ്സിന് അല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് 10,000 കൊടുത്തു. അപ്പോൾ ആ 10,000 തീർന്നു. നമ്മുടെ കയ്യിൽ ബാക്കി എത്ര കൊടുക്കാനുണ്ട്? ക്രെഡിറ്ററിന് 30,000, ബാക്കി എല്ലാവർക്കും അതേപോലെ തന്നെ. ആർക്കും ഒന്നും കൊടുത്തില്ല. നമ്മൾ ആകെ ക്രെഡിറ്ററിനോട് 10 കൊടുത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സിന് 30,000ഉം ബാക്കി എല്ലാവർക്കും സെയിം എമൗണ്ടും കൊടുക്കാനുണ്ട്. ഇനി ഫസ്റ്റ് റിയലൈസേഷൻ നോക്കാം. ആദ്യം നമുക്ക് കിട്ടിയ പൈസ എത്ര? 20,000. അപ്പോൾ 20,000 ആർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ? നമുക്ക് ക്രെഡിറ്ററിനല്ലേ ആദ്യം കൊടുക്കേണ്ടത്. ക്രെഡിറ്റിന്റെ തീർന്നാലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ക്രെഡിറ്ററിന് കൊടുത്തു. പിന്നെ എത്ര ബാക്കിയുണ്ട്? ക്രെഡിറ്ററിന്റെ 10ഉം ബാക്കി എല്ലാവർക്കും പഴയ എമൗണ്ട് തന്നെ ബാക്കിയുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് റിയലൈസേഷന്റെ 20,000 നമ്മൾ കൊടുത്ത് തീർത്തതിന് ശേഷം അടുത്ത റിയലൈസേഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡ് റിയലൈസേഷൻ എത്രയായിരുന്നു? 73,000 അല്ലേ. 73,000 ക്രെഡിറ്ററിന് ഇപ്പൊ എത്ര ബാലൻസ് കൊടുക്കാനുണ്ട്? 10,000 കൊടുക്കാനില്ലേ. അപ്പൊ അതങ്ങ് കൊടുത്തേക്കാം. അപ്പൊ ക്രെഡിറ്ററിന്റെ തീർന്നു അല്ലെ. ക്രെഡിറ്ററിന്റെ തീർന്നു. എക്ക് 10, എസ് ലോണ് 10, എസ് ക്യാപിറ്റൽ 50, ബിസ് ക്യാപിറ്റൽ 15, സീസ് ക്യാപിറ്റൽ 45,000 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എമൗണ്ട് കൊടുക്കാൻ ബാക്കിയുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ബാലൻസ് എത്രയുണ്ട്? 73 ആയിരുന്നു നമ്മൾ റിയലൈസ് ചെയ്ത്. അതിൽ 10 നമ്മൾ ഓൾറെഡി കൊടുത്തു. ഇനി 63 ഉണ്ട് അല്ലേ. ഇപ്പൊ 63 എമൗണ്ട് ബാലൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് പേയ്മെന്റ് കൊടുക്കാം. പേയ്മെന്റ് കൊടുക്കുമ്പം ഇനി നെക്സ്റ്റ് ആർക്കാണ് കൊടുക്കേണ്ടത്? എയുടെ ലോൺ അല്ലേ കൊടുക്കേണ്ടത്. ക്രെഡിറ്റർ കഴിഞ്ഞാൽ എസ് ലോൺ അക്കൗണ്ട് ആണ്. എസ് ലോൺ അക്കൗണ്ട് 10,000 നമുക്ക് ഫുള്ളി കൊടുക്കാം അല്ലേ. അപ്പൊ അതിൽ നിന്ന് 10,000 എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര ബാലൻസ് ഡ്യൂ ഉള്ളത്? നമ്മുടെ 53,000 ബാക്കിയുണ്ട് അല്ലേ. 73 10 ക്രെഡിറ്റർ കൊടുത്തു, 63 63 10 ആർക്ക് കൊടുത്തു? നമ്മുടെ എസ് ലോൺ അക്കൗണ്ടിനേക്ക് കൊടുത്തു. ഇനി നമ്മുടെ കയ്യിൽ ബാക്കി എത്രയുള്ളത്? 53 അല്ലേ. ഈ 53 ബാലൻസ് ഉണ്ട്. പിന്നെ എസ് ലോൺ അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും തീർന്നു. പിന്നെ എന്താ ഉള്ളത്? ക്യാപിറ്റൽ ആണ് കൊടുക്കാനുള്ളത്. 50,000, 15,000, 45,000. അപ്പൊ ഇനി പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കൊടുക്കേണ്ട ആർക്കായിരുന്നു? നമ്മൾ ഓർഡർ ഓഫ് പേയ്മെന്റ് നോക്കിയാൽ ലാസ്റ്റ് സർപ്ലസ് വന്നാക്കുക. ആർക്കാ ലാസ്റ്റ് സർപ്ലസ് വന്ന? സിക്ക് അല്ലേ. അപ്പൊ സിയുടെ 25 ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ഇപ്പൊ സിയുടെ 25 കൊടുത്തു. ഇനി നമ്മുടെ കയ്യിൽ ബാക്കി പൈസ 28,000 ഉണ്ട്. കൊടുക്കാൻ എന്തൊക്കെയുണ്ട്? എക്ക് 50 കൊടുക്കാനുണ്ട്, ബിക്ക് 15 കൊടുക്കാനുണ്ട്, സിക്ക് എത്ര കൊടുക്കാനുണ്ട്? 20,000 കൊടുക്കാനുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ സിയുടെ 25 ഓൾറെഡി കൊടുത്തു 45. നമുക്ക് സിക്ക് 20 കൊടുക്കാനുള്ളത്. നമ്മുടെ കയ്യിൽ ഈ 28,000 ആണ് ബാക്കിയുള്ളത്.
ഈ 28,000 ഫുൾ തീർന്നതിന് ശേഷം മാത്രമേ നമുക്ക് തേർഡ് റിയലൈസേഷൻ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എത്ര കൊടുക്കേണ്ടത്? 25ഉം 10ഉം ആണ് കൊടുക്കേണ്ടത്. 35 നമുക്ക് കൊടുക്കാനുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 28 മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ 28,000ന് നമ്മളവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ആർക്കൊക്കെ കൊടുക്കാനുള്ള? എക്കും സിക്കും അല്ലേ? അപ്പോൾ എക്കും സിക്കും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. എന്ന് വെച്ചാൽ ഒന്ന് തീർന്നാലേ നമുക്ക് അടുത്തത് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 28,000 പേയ്മെൻറ്റ് കൊടുക്കുവാണ്. നമ്മൾ 35 ആണ് കൊടുക്കേണ്ടത്. 25ഉം 10ഉം ആണ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മളെ കയ്യിൽ പൈസ കുറവായതുകൊണ്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കൊടുക്കാം. നമ്മൾ ലോണിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ക്ലെയിമിൻ്റെ റേഷ്യോയിൽ നിന്ന്. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കൊടുക്കാം. ഇപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എയുടെ റേഷ്യോ എത്രയായിരുന്നു? 5ഉം സിയുടെ റേഷ്യോ എത്രയായിരുന്നു? 2 അല്ലേ? അപ്പോൾ 5:2 ഡിവൈഡ് ചെയ്ത് കൊടുക്കാം ആ എമൗണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 20,000, ഒരാൾക്ക് 8,000 ആയി പേയ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് മൊത്തം തീർന്നു, ബാലൻസ് ഇല്ല ക്യാഷിൻ്റെ. എക്ക് ക്രെഡിറ്ററിന് ബാലൻസ് ഇല്ല, എസ് ലോണ് ബാലൻസ് ഇല്ല. എസ് ക്യാപിറ്റൽ എത്ര ബാലൻസ് ഉണ്ട്? ഇനി 50ന്ന് 20 കൊടുത്തു, 30 ബാക്കിയുണ്ട്. ബിക്ക് ഒന്നും കൊടുത്തില്ല, അപ്പോൾ ബിയുടെ 15,000 അങ്ങനെ ബാക്കി കിടപ്പുണ്ട്. സിയുടെ 20ൽ 8 കൊടുത്തു, ഇനി 12,000 ബാക്കിയുണ്ട്. ഇനി തേർഡ് റിയലൈസേഷൻ നമുക്ക് എത്ര കിട്ടി? 47,000 കിട്ടി അല്ലേ? 47,000 കിട്ടിയത് കഴിഞ്ഞാൽ നേരത്തെ കൊടുത്തതിൽ നമുക്ക് ബാലൻസ് കൊടുക്കാനുള്ള എമൗണ്ട്, നേരത്തെ 35 കൊടുക്കാനുള്ള സമയത്ത് നമ്മൾ 28 കൊടുത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു കൊടുക്കാൻ ബാക്കിയില്ലേ, അത് ആദ്യം കൊടുക്കണം. അപ്പം 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 7,000 കൊടുക്കാനുണ്ട് അല്ലേ? ആ 7,000 കൊടുക്കാം. ഏത് റേഷ്യോ തന്നെ? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ തന്നെ കൊടുക്കാം. 5:2 കൊടുത്തു കഴിഞ്ഞാൽ 5,000, 2,000 എന്ന് പറഞ്ഞിട്ട് എയുടെയും സിയുടെയും ബാക്കിയുള്ളത് കൊടുത്തു. ഇപ്പം എയുടെയും സിയുടെയും 35 കൊടുക്കാനുള്ളതിൽ ബാക്കി 7,000 ആണ് ഇപ്പം കൊടുത്തേക്കണത്, 47,000 നിന്ന് എടുത്തിട്ട്. ഇനി നമ്മുടെ കയ്യിൽ ബാലൻസ് കിടക്കുന്നത് 40,000 ആണ്. എയുടെ ക്യാപിറ്റൽ ബാലൻസ് കൊടുക്കാനുള്ളത് 25,000 ആണ്. ബിയുടെ ക്യാപിറ്റൽ 15,000ഉം സിയുടെ ക്യാപിറ്റൽ 10,000ഉം. ഇത്രയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഇനി നമുക്ക് പ്രിഫറൻസ് ഒന്നും ഇല്ലല്ലോ. ഇനി ലാസ്റ്റ് നമ്മൾ കൊടുക്കാനുള്ള സർപ്ലസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി വരുന്ന 40,000 എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പം എക്ക് 20ഉം ബിക്ക് 12ഉം സിക്ക് 8,000 വരും. ഇത്രയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് അവരുടെ ഡെഫിസിറ്റ് എമൗണ്ട് അല്ലെ, അൺപെയ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയും എമൗണ്ട് അവർക്ക് നമുക്ക് പേ ചെയ്യാൻ പറ്റിയില്ല. എയുടെ 5,000ഉം ബിയുടെ 3,000ഉം സിയുടെ 2,000ഉം ബാക്കി വന്നു. ഈ ബാക്കിയാണ് നമ്മളെ റിയലൈസേഷൻ അക്കൗണ്ടിൽ വരാൻ പോകുന്ന ലോസ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിലെന്ത് ആദ്യം അസറ്റ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാം. എന്തൊക്കെ അസറ്റ്സ്? ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, പ്ലാന്റ്, മെഷീനറി, ലാൻഡ്. നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇത്രയും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമ്മുടെ റിയലൈസ് ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സും ട്രാൻസ്ഫർ ചെയ്യുക. ലാബിലിറ്റി ക്രെഡിറ്ററും ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം റിയലൈസ് ചെയ്യുന്ന എൻട്രീസ് എഴുതാം. ഇപ്പം എത്രയൊക്കെ നമ്മൾ ക്യാഷ് റിയലൈസ് ചെയ്യുന്നുണ്ടായത്? 20,000ഉം 73,000ഉം 47,000ഉം റിയലൈസ് ചെയ്തു അല്ലേ? അതിനുശേഷം നമ്മുടെ പേയ്മെൻറ്റ് കാണിക്കാം. പേയ്മെൻറ്റ് നമ്മൾ ഇവിടെ എങ്ങനെ പേയ്മെൻറ്റ് കൊടുത്തോ അതേപോലെ തന്നെ പേയ്മെൻറ്റ് കാണിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എത്ര പേയ്മെൻറ്റ് കൊടുത്തു? ക്രെഡിറ്റേഴ്സിന് 10,000, പിന്നെ ക്രെഡിറ്റേഴ്സിന് 20,000, പിന്നെ ക്രെഡിറ്റേഴ്സിന് 10,000. അങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലേ? നമ്മൾ ഇതിൽ എക്സ്റ്റേണൽ ലാബിലിറ്റീസിന്റെ പേയ്മെന്റ് മാത്രമാണല്ലോ റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് ആയിരുന്നു, അത് 3 തവണയായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആദ്യം 10, പിന്നെ 20, പിന്നെ 10 എന്ന് പറഞ്ഞിട്ട്. അതാണ് 3 തവണ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്ന ക്രെഡിറ്റേഴ്സ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്താൽ നമുക്ക് 5,000, 3,000, 2,000 വന്നു അല്ലേ? അതാണ് എന്നുവെച്ചാൽ അവരുടെ ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ റേഷ്യോയിൽ കാണിച്ചു. ഇതന്നെയാണ് നമ്മുടെ നേരത്തെ പ്രിപ്പയർ ചെയ്ത ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷിൽ വന്ന ബാലൻസും. അപ്പോൾ സെയിം ആയിരിക്കും. ഇനി ക്യാപിറ്റൽ റിയലൈസേഷൻ അക്കൗണ്ടിൽ ബാലൻസ് ഒന്നും ഇല്ല. ഇനി നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര വന്നിട്ടുണ്ട്? അവരുടെ ക്യാപിറ്റലിൻ്റെ ബാലൻസസ് കാണിച്ചു. ഇനി നമ്മുടെ പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റും ഓരോ പേയ്മെൻറ്റ് നടത്തിയ രീതിയിൽ വേണം നമ്മൾ കാണിക്കാൻ. ആദ്യം നമ്മൾ സിക്ക് 25,000 കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? എക്കും ബിക്കും 20,000ഉം 8,000ഉം കൊടുത്തു.
നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത സ്റ്റേറ്റ്മെന്റ് നോക്കി പോസ്റ്റ് ചെയ്താൽ മതി. രണ്ടാമത് എന്ത് ചെയ്തു, അവർ 7,000 ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് 5,000 2,000 ആയിട്ട് അവർക്ക് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് വന്ന എമൗണ്ട് 40,000 അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. 20,000 12,000 8,000 എന്ന് പറഞ്ഞിട്ട് അതും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഇത്രയും ഡിവൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര വന്നിട്ടുണ്ട്, റിയലൈസേഷൻ്റെ ലോസ് വന്നിട്ടുണ്ട് 5,000 3,000 2,000 എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആവും ഇവിടെ. അപ്പോൾ അവിടെ വരുന്ന റിയലൈസേഷൻ ലോസ് തന്നെ നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ടിലും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലും വരും. അപ്പം നെക്സ്റ്റ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ബാങ്കിൽ ബാലൻസ് 10,000 ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യുമോ, റിയലൈസേഷനിൽ 20,000 ആദ്യം റിയലൈസ് ചെയ്തു, പിന്നെ റിയലൈസ് ചെയ്ത് 73, പിന്നെ റിയലൈസ് ചെയ്ത് 47. ഇനി പേയ്മെൻറ്റ് കൊടുക്കുന്നത് എഴുതാം. ആദ്യം നമ്മൾ ആർക്ക് കൊടുത്തു, ക്രെഡിറ്റേഴ്സിന് കൊടുത്തു 10,000, പിന്നെ ക്രെഡിറ്റേഴ്സിന് 20 കൊടുത്തു, പിന്നെ ക്രെഡിറ്റേഴ്സിന് 10,000 കൊടുത്തു. ഇനി എയുടെ ലോൺ അക്കൗണ്ടിൽ എത്ര കൊടുത്തിട്ടുണ്ട്, 10,000 കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുത്തത് സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് 25,000, പിന്നെ എക്കും സിക്കും കൊടുത്തിട്ടുണ്ട് 20ഉം 8ഉം ആയിട്ട് കൊടുത്തു. അതിനുശേഷം എക്കും സിക്കും 5ഉം 2ഉം ആയിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 20,000, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് 12,000, സിസ് ക്യാപിറ്റൽ അക്കൗണ്ട് 8,000 എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഇത് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി നേരെ ഫില്ല് ചെയ്താൽ മതി, എത്രയൊക്കെ ക്യാഷ് കിട്ടിയിട്ടുണ്ട്, എത്രയൊക്കെ പേയ്മെൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് മാക്സിമം ലോസ് മെത്തേഡ് നോക്കാം. മാക്സിമം ലോസ് മെത്തേഡിൽ നമുക്ക് ആ സർപ്ലസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പം നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷ് എടുക്കാം. അവിടെയാണല്ലോ നമ്മുടെ ലോസ് കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനില്ല. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പം ആദ്യത്തതൊക്കെ സെയിം തന്നെ, നമ്മുടെ ക്യാപിറ്റൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് വരെ നമുക്ക് സെയിം ആയിട്ട് വരും. നമുക്ക് എമൗണ്ട് ആദ്യം ബാലൻസ് ഇത്ര ഉണ്ടായിരുന്നു, ക്യാഷ് 10,000 നമ്മൾ ആദ്യം ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. അതിനുശേഷം ഫസ്റ്റ് റിയലൈസേഷന് 20,000 നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബാലൻസ് 10,000 ആണ് ക്രെഡിറ്റേഴ്സിൻ്റെ. എസ് ലോൺ അക്കൗണ്ട് 10,000, ബിസ് ക്യാപിറ്റൽ 50,000, എസ് ക്യാപിറ്റൽ 50,000, ബിസ് ക്യാപിറ്റൽ 15,000, സിസ് ക്യാപിറ്റൽ 45,000. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് റിയലൈസേഷൻ വന്നു. സെക്കൻഡ് റിയലൈസേഷനിൽ നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ 63,000 നിന്ന് 10,000 ആർക്കും കൊടുത്തു, എസ് ലോൺ അക്കൗണ്ടും പേ ചെയ്തു. നമ്മുടെ കയ്യിൽ 53,000 ഉണ്ട്. 53,000 നമ്മുടെ എക്ക് 50ഉം ബിക്ക് 15ഉം സിക്ക് 45,000 കിട്ടാനുള്ള രീതിയിലാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, ഇതിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇനിയാണ് വ്യത്യാസം വരാം, നമ്മുടെ ക്യാപിറ്റൽ പേയ്മെൻറ്റ് വരുമ്പോഴാണ് നമ്മുടെ വ്യത്യാസം വരാം. അപ്പോൾ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്, നമ്മൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ മാക്സിമം ലോസ് കണ്ടുപിടിക്കുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസയും കൊടുക്കാനുള്ള ക്യാപിറ്റലിൻ്റെ ടോട്ടൽ നമ്മൾ ഡിഫറൻസ്. ഇപ്പോൾ 57,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ ലോസ് വരുന്നത്. ഇങ്ങനെ 53,000 ആണ് നമ്മളെ കയ്യിലുള്ള ക്യാഷ്, അവർക്ക് കൊടുക്കാനുള്ളത് 50,000ഉം 15,000ഉം 45,000ഉം ആണ്. അപ്പം ഇതിൻ്റെ രണ്ടിനും ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്കിനി 57,000 ആണ് നമ്മുടെ ലോസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മൈനസ് ക്യാഷ് ബാലൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിനെ നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ 57,000 എന്ന് പറഞ്ഞ മാക്സിമം ലോസിനെ അവരുടെ ക്യാപിറ്റൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. എന്നുവെച്ചാൽ ഇത്രയാണ് അവർക്ക് കിട്ടാതെ പോകുന്ന എമൗണ്ട് എന്നുള്ള അസംഷനാണ്. ഇനി പൈസ കിട്ടില്ല എന്നുള്ള അസംഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 57,000 നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ ബിക്ക് നെഗറ്റീവ് വന്നു. നെഗറ്റീവ് വരാൻ പാടില്ല. അപ്പോൾ നെഗറ്റീവ് വന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബിയുടെ ഡെഫിഷ്യൻസി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം. അതെന്തിൻ്റെ റേഷ്യോ ആണ്, ക്യാപിറ്റലിൻ്റെ റേഷ്യോയിലാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ എന്താണ്, ബിയുടെ കഴിഞ്ഞ ബാക്കി രണ്ടുപേരുടെയും 50,000 ഈസ് 45,000 എന്ന് വെച്ചാൽ 10:9 ആയിട്ട് ഒരു റേഷ്യോ. അപ്പോൾ 10:9 ആ പറഞ്ഞിരിക്കുന്ന -2,500 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എത്ര എമൗണ്ട് വരുന്നത് എന്ന് വെച്ചാൽ അത്ര എമൗണ്ട് അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് 20,395 ആണ് എയുടേത്. സിയുടേത് 32,605 ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തതായിട്ട് കാണിക്കാം. ബിയുടെ നമ്മൾക്ക് ക്യാൻസലായി അല്ലേ, പക്ഷെ അതിനെ നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പം ഇനി നമുക്ക് ബാലൻസ് വരുന്ന എക്കും സിക്കും ആണ്. എന്ന് വെച്ചാൽ ഈ ലോസ് മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട്, ആ എമൗണ്ടും നമ്മുടെ പേയ്മെൻറ്റ് എമൗണ്ട് ഈക്വൽ ആയിരിക്കും എപ്പോഴും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരാൾക്ക് 50,000 ആണ് ടോട്ടൽ ക്യാപിറ്റൽ, 2-3 പാർട്ട്ണർ ഉണ്ട്, നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാഷ് 10,000 ആണ്. അപ്പോൾ അവിടെ മാക്സിമം ലോസ് എത്രയാണ്, 40,000. ഈ 40,000-നല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്ത് മൈനസ് ചെയ്യുന്നത്. 40,000 3 പേർക്കായി 2 പേർക്ക് വെച്ചാൽ അത് അവർക്ക് ഡിവൈഡ് ചെയ്ത് അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ എത്ര കിട്ടുക? 40,000 50,000 നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 10,000 തന്നെ കിട്ടാം. നമ്മുടെ കയ്യിൽ ക്യാഷിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പം അത്രയും നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തതായിട്ട് വരും. അപ്പം നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ടിൽ നമ്മൾ 53,000 പേയ്മെൻറ്റ് എങ്ങനെ വരുന്നത്? 20,395ഉം 32,605 ആയിട്ട് പേയ്മെൻറ്റ് വരും. എന്ന് നമ്മുടെ ബാലൻസ് എത്രയുണ്ട്? നമ്മുടെ എയുടെ ക്യാപിറ്റൽ എത്രയായിരുന്നു? 50,000 അല്ലേ? 50,000 നിന്ന് നമ്മൾ 20,395 കൊടുത്തു. ഇപ്പം ഈ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 29,605 വരും. അപ്പോൾ അത് കഴിഞ്ഞ് ബിയുടെ കാര്യം, ബിക്ക് നമ്മൾ പേയ്മെൻ്റ് ഒന്നും കൊടുത്തില്ല. ബിയുടെ ക്യാപിറ്റൽ എത്രയായിരുന്നു? ബാലൻസ് കഴിഞ്ഞ ബാലൻസ് നോക്കണേ. ബാലൻസ് 15,000 ആയിരുന്നു, അതിൽ നിന്നൊന്നും കൊടുത്തില്ല. അപ്പം ബാലൻസ് പിന്നെയും 15,000. ഇനി സിയുടെ നോക്കാം. സിയുടെ ബാലൻസ് 45,000 ആയിരുന്നു. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് എത്ര? 32,605 ആണ്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 12,395 ആണ് ബാലൻസ് ഇനി കൊടുക്കാൻ ബാക്കിയുള്ളത്. അപ്പം നമ്മുടെ സെക്കൻഡ് റിയലൈസേഷൻ്റെ എമൗണ്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. 53,000 രണ്ടുപേർക്കായിട്ട് കൊടുത്തു. മൂന്നാമത്തെ ഒക്കെ കൊടുക്കേണ്ട വന്നില്ല. ഇനി നമ്മൾ തേർഡ് റിയലൈസേഷൻ എത്രയായിരുന്നു എമൗണ്ട്? 47,000. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? റിയലൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ലോസ് കണ്ടുപിടിക്കാം. മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ തേർഡ് റിയലൈസേഷൻ എമൗണ്ടും നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ടും നമ്മൾ ഡിഫറൻസ്. ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണ് ഇപ്പം ബാലൻസ് ഉള്ളത്? ഒരാൾക്ക് 29,605, മറ്റേ ആൾക്ക് 15,000, മൂന്നാമത്തെ ആൾക്ക് എത്രയായിരുന്നു? 12,395 ആയിരുന്നു അല്ലേ? ഇത് മൂന്ന് ആഡ് ചെയ്യാം. ഇപ്പോൾ 47,000 അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 10,000 ആണ് നമ്മുടെ മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ. ഈ 10,000 എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കാണിക്കുക. 5:3:2 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5,000 3,000 2,000 ആയിട്ട് വരും. ഈ എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇനി നേരത്തെ കിട്ടിയ ബാലൻസിൽ നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്യാം. എന്നുവെച്ചാൽ എയുടെ ബാലൻസ് എത്രയായിരുന്നു? 29,605 ആയിരുന്നു അല്ലേ? അതിൽ നിന്ന് 5,000 മൈനസ് ചെയ്യാം. അപ്പോൾ 24,605 വരും. ബിയുടെ എത്രയായിരുന്നു? 15,000 ആയിരുന്നു ബാലൻസ്. അതിൽ നിന്ന് 3,000 ലോസ് മൈനസ് ചെയ്താൽ 12,000 വരും. സിയുടെ എത്രയായിരുന്നു? നമ്മുടെ 12,395 എന്ന് 10,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 10,395 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2,000 ബാലൻസ് വരും. അപ്പോൾ ഈ ബാലൻസ് തന്നെയല്ലേ നമുക്ക് നേരത്തെ വന്ന റിയലൈസേഷൻ ലോസും. അപ്പം ഇതിലെന്താ വ്യത്യാസം വന്നത്? ഓരോ പേയ്മെൻറ്റ് കിട്ടുമ്പോഴും നമ്മൾ എന്താണ് അതിലെ മാക്സിമം ലോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ ബാലൻസിൽ നിന്ന് മൈനസ് ചെയ്യാം. അത്ര എമൗണ്ട് ആണ് പേയ്മെൻ്റ് ആയിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ ഈ പേയ്മെൻറ്റ് എമൗണ്ട് നമ്മൾ നേരത്തെ ബാലൻസിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ബാലൻസ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും അവരുടെ ബാലൻസ് എത്രയായിരുന്നു? 50,000 15,000 45,000 ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ പേയ്മെൻറ്റ് കൊടുത്തത് എത്രയായിരുന്നു? ബിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല, നെഗറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് ഇല്ല. എക്ക് സിക്കും കൊടുത്തു. 20,395ഉം 32,065 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലേ? നെക്സ്റ്റ് എന്ത് ചെയ്യണം? നെക്സ്റ്റ് പേയ്മെൻറ്റ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? എക്ക് 24,605ഉം ബിക്ക് 12,000ഉം സിക്ക് 10,395ഉം കൊടുത്തു. അപ്പോൾ ബാലൻസ് നമുക്ക് റിയലൈസേഷൻ ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്ര എമൗണ്ട് നമ്മൾ ലോസ് ആയിട്ട് കാണിക്കാം. അപ്പോൾ അക്കൗണ്ട് ക്ലോസ് ആയിട്ട് വരും. ഇനി നെക്സ്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്. നമ്മളിവിടെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാത്ത റിയലൈസേഷൻ പേയ്മെൻറ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. സെയിം അക്കൗണ്ട് തന്നെയാണ് വരുന്നത്. നമ്മുടെ പേയ്മെൻറ്റ് ഏതിൻ്റെ വ്യത്യാസം വരുന്നുള്ളൂ? നമ്മുടെ ക്യാപിറ്റലിൻ്റെ പേയ്മെൻറ്റ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം റിയലൈസേഷൻ അക്കൗണ്ട് രണ്ടിലും സെയിം ആണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെ വരും? ആദ്യം നമ്മുടെ കയ്യിൽ ബാലൻസ് 10,000 ഉണ്ടായിരുന്നു. അത് നമുക്ക് റിയലൈസ് ചെയ്തത് 20,073.47 എന്ന് പറഞ്ഞിട്ട് 3 തവണ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേയ്മെൻറ്റ് കൊടുത്തത് എങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യം 10,000 ആർക്ക് കൊടുത്തു? ക്രെഡിറ്ററിന് കൊടുത്തു. പിന്നെ 20,000 ക്രെഡിറ്ററിന് കൊടുത്തു. പിന്നെ 10,000 ക്രെഡിറ്ററിന് കൊടുത്തു. അതിനുശേഷം എസ് ലോൺ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട് 10,000. പിന്നെ എന്ത് ചെയ്തു? എസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ട്? 20,395 കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 32,605 കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ കൊടുത്തിട്ടില്ല? എസ് ക്യാപിറ്റൽ 24,605 കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബീസ് ക്യാപിറ്റൽ 12,000 കൊടുത്തിട്ടുണ്ട്. പിന്നെ സീസ് ക്യാപിറ്റൽ 10,395 കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് അക്കൗണ്ടും ടോട്ടൽ ചെയ്യും. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് 2 തവണ വരക്കാത്തതാണ്, സെയിം എമൗണ്ട് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ 2 മെത്തേഡ് പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആകെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം 2 മെത്തേഡ് ആലോചിക്കാം. അപ്പോൾ ഒന്നിൽ നമ്മൾ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യണം, ഒന്നിൽ മാക്സിമം ലോസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയുള്ള വ്യത്യാസം. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.